20 മിനിറ്റേ ഉള്ളൂ. ടീച്ചർ, ഞാൻ സമയം കളഞ്ഞു. ഓ സാരമില്ല. വേണ്ട, ഞാൻ എടുത്തോളാം. സാരമല്ല, ഞാൻ സ്റ്റേഷനിലേക്ക് വരാം. നോവലിന്റെ അവസാന അധ്യായത്തിൽ ശാന്തിഗ്രാമത്തിൽ അനാഥരുടെ അമ്മ ഈ സീത തന്നെയല്ലേ? അതെ. ശാന്തിഗ്രാമം എവിടെയാണ്? അത് ഒരു സാങ്കല്പിക ലോകമാണ്. ഈ ലോകവുമായി അതിന് ബന്ധമില്ല. അവിടെ നന്മകൾ മാത്രമേ ഉള്ളൂ, സൗരഭ്യം മാത്രമേ ഉള്ളൂ. യാത്രക്കാരുടെ ശ്രദ്ധിക്കുക. തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന 48 നമ്പർ കണ്ണൂർ എക്സ്പ്രസ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ 1ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറപ്പെടുന്നതാണ്. പാസഞ്ചേഴ്സ്, യുവർ അറ്റൻഷൻ പ്ലീസ്. ട്രെയിൻ നമ്പർ 48 ട്രിവാൻഡ്രം കണ്ണൂർ എക്സ്പ്രസ് will leave from platform number 1 shortly. Thank you. എന്തുകൊണ്ടാണ് സീതയെ ഒരു ദേവതാ സങ്കല്പത്തിൽ അവരോധിച്ചത്? കുറെ കൂടി ട്രാജിക്കായ അവസാനമായിരുന്നില്ലേ ഭംഗി? ഇല്ല, സീതയ്ക്ക് ദുരന്തപൂർണമായ ഒരു അന്ത്യം എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. മാതൃത്വം ജ്വലിക്കുന്ന സ്ത്രീയാണവൾ. 1000 അനാഥ ശിശുക്കളുടെ അമ്മയായി ഏതെങ്കിലും ശാന്തിഗ്രാമത്തിൽ അവൾ ഉണ്ടാവും. ശാന്തിഗ്രാമത്തിലെ അമ്മ ദേവതയാണ്. അവൾ തൊട്ടാൽ ഏത് വേദനയും മാറും, ഏത് കരയുന്ന കുഞ്ഞും ചിരിക്കും. അതെ, അവൾ ദേവത തന്നെയാണ്. നന്ദി മാഡം, നന്ദി. സീതേ എന്ന് വിളിക്കാനാണ് ചുണ്ടുകൾ വിടർത്തിയത്. പുറത്തു വന്ന ശബ്ദം അമ്മേ എന്നായിരുന്നു. അവർ അമ്മയാണ്, സർവം സഹയായ അമ്മ. ആശ്ലേഷിക്കാനാഞ്ഞ കൈകൾ പാദങ്ങളിലാണ് ചെന്നെത്തിയത്. നെറുകയിൽ തീർത്ഥം പോലെ എന്തോ ഇറ്റിറ്റു വീഴുന്നു. കരയുകയായിരിക്കും. കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ആ മുഖം മേത്തിരുന്നാളം പോലെ പ്രകാശിക്കുന്നതാണ് കണ്ടത്. നെറ്റിയിലൂടെ ഒലിച്ചിറങ്ങിയ നനവ് ചുണ്ടിൽ പതിച്ചപ്പോഴാണ് അറിഞ്ഞത് മുലപ്പാൽ.